കൗമാര കലാപൂരത്തിന് സ്വർണ്ണപ്പകിട്ട് നൽകിയത് ശില്പിയും ചിത്രകാരനും വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാരനുമായിരുന്ന ചിറയൻകീഴ് ശ്രീകണ്ഠൻ നായരാണ്. 1986 അദ്ദേഹം 117 പവനിലാണ് കപ്പൊരുക്കിയത്. 9 വർഷത്തിനു ശേഷം തിരുവനന്തപുരം സംസ്ഥാന കലോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുമ്പോൾ സമാപന ചടങ്ങിൽ അതിഥിയായി അദ്ദേഹവും ഉണ്ടാകും. മന്ത്രി വി ശിവൻകുട്ടി നേരിട്ടെത്തിയാണ് അദ്ദേഹത്തെ സമാപന വേദിയിലേക്ക് ക്ഷണിച്ചത്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മോടൊപ്പമുള്ളത് പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ചിറയൻകീഴ് ശ്രീകണ്ഠൻ നായർ. നമുക്കറിയാം, അദ്ദേഹം ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച സ്വർണ്ണക്കപ്പാണ് കുട്ടികൾക്ക് എല്ലാ വർഷവും നൽകുന്നത്. പ്രധാനപ്പെട്ട ജില്ലയ്ക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് നമുക്ക് അദ്ദേഹത്തോട് തന്നെ അതിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. സാർ, 38 വർഷങ്ങൾക്ക് മുമ്പാണ് അത് യാദൃച്ഛമായിട്ട് നടന്ന സംഭവമാണ്. എറണാകുളത്ത് വെച്ച് അന്ന് യുവജനോത്സവം നടക്കുന്ന സമയം. ആ സമയത്ത് വൈലോപ്പള്ളി ശ്രീധരമേനോനും ഞാനും ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം അദ്ദേഹം വൈലോപ്പള്ളി പറഞ്ഞു, ഈ കുട്ടികൾക്ക് ഒരു സ്വർണ്ണക്കപ്പ് കൊടുത്തൂടെ, അത് ഇത്രയും കലാകാരന്മാരുള്ള ഒരു പരിപാടി വേറെ ഇല്ല. അപ്പോൾ ആ സമയത്ത് ടി എൻ ജേക്കബ് കയറി വന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് എന്നെ നേരിട്ട് ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വൈലോപ്പള്ളി ഈ ആഗ്രഹം ഒന്ന് പറയുന്നത് കൊടുത്താൽ കൊള്ളാം എന്ന് പറഞ്ഞു. അത്ര എളുപ്പമല്ല സാർ, എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാം. പക്ഷേ അതേ ഒരു കാര്യം പറഞ്ഞു, ഇത് സാധാരണ കപ്പാവരുത്. ആ കപ്പിന് സൗന്ദര്യവും സംഗീതവും സാഹിത്യവും ഒക്കെ ഉണ്ടാകണം. അതറിയാവുന്നുള്ള ആരെങ്കിലും കൊണ്ടുവേണം ചെയ്യാം. അപ്പം കപ്പ ഉണ്ടാകാൻ സമയമായപ്പം വൈലോപ്പള്ളിയോട് ചോദിച്ചു, ഇത് ആരെ കൊണ്ടുണ്ടാക്കിക്കാം? അപ്പോൾ പറഞ്ഞു, ഈ കാവ്യ ചിത്രങ്ങൾ വരയ്ക്കുന്ന ചിത്രകാരനുള്ള ശ്രീകണ്ഠൻ നായർ, അയാളെ കൊണ്ട് വരപ്പിച്ചാൽ കൊള്ളാം. അങ്ങനെ എന്നെ വിളിച്ചു ചോദിച്ചു. ഞാൻ വൈലോപ്പള്ളിയായിരുന്നു തൃശ്ശൂർ പോയി അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് താമസിച്ച് അദ്ദേഹം ഇതിന് ആശയം പറഞ്ഞു. എനിക്ക് കാവ്യചിത്രങ്ങൾ വരച്ചിട്ടുള്ള എനിക്ക് യാതൊരു പ്രയാസവും ഉണ്ടായില്ല. ഒരു ദിവസം കൊണ്ട് തന്നെ ഈ നാദം ശൂന്യതയെങ്കിൽ ആദ്യം അമൃതം വർഷിച്ച നാളിൽ യഥോന്മാദ പദാർത്ഥശാലിയിൽ ദാഹിച്ച് വിടർന്ന ജീവകലികാജാലമേ നീ ദർശിച്ച രസാനുഭൂതി പകരൂ മൽപ്പാനപാത്രങ്ങളിൽ. ആ സ്വർണ്ണക്കപ്പ് നാദം ആദ്യം ഉണ്ടായ സംഖ്യയിലാണ്. ആ സംഖ്യ സൗന്ദര്യമാണ്, കൈ അധ്വാനത്തിൻ്റെ ആണ്, പുസ്തകം വിജ്ഞാനത്തിൻ്റെ. ഇത് മൂന്നും കൂടെ ചേർത്താണ് ആ കപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ഗുരുവായൂരപ്പൻ്റെ കടാക്ഷ കൊണ്ട് പെട്ടെന്ന് തന്നെ മനസ്സിൽ തോന്നുകയും അവിടെ വെച്ച് തന്നെ ആ ഡിസൈൻ ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിന് അത് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ അത് നിർമ്മിച്ചതുമായിട്ട് ബന്ധപ്പെട്ടും എനിക്കൊന്ന് 101 പവനിൽ നിർമ്മിക്കാൻ തീർക്കാനായിട്ട് പറഞ്ഞിരുന്നു. 7 വളകളാണ്, 7 രാഗങ്ങളാണ്, 7 വളകൾ. ആദ്യം ആ കപ്പ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വളയില്ലായിരുന്നു. അവൻ പറഞ്ഞില്ല, വള പ്രധാനമാണ്, 7 രാഗങ്ങളാണ്. അങ്ങനെ ആക്കിയപ്പോഴും 117 പവനായത്. 101 അതുപോലെ 117 പവനായി. ആദ്യം അത് നിർമ്മിച്ച് അത് കഴിഞ്ഞ ശേഷം കൈമാറിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു ആശ്വാസം, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു കുട്ടി ജനിക്കുന്ന അറിയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതിയായിരുന്നു ആ സ്വർണ്ണക്കപ്പ് കണ്ടപ്പോൾ ഉണ്ടായത്. അത് പറഞ്ഞറിയിക്കാൻ ഒക്കില്ല. കുട്ടിക്ക് ഇപ്പോൾ യൗവനമായിരിക്കും, 37. കല്യാണം, ഇപ്പോൾ അവളെ കല്യാണം ഇത്തിരി ആഹ്ലാദപരമായ ഒരു പരിപാടി കേരളത്തിലെ ലോകത്തില്ല. ഇത്രയും കുട്ടികളെ പങ്കെടുപ്പിക്കാനുള്ള ഒരു കലാപരിപാടി കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതിന് ഇത്രയും ചുക്കാൻ പിടിച്ചത് സത്യം പറഞ്ഞാൽ അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന അച്യുതമേനോനും അന്നത്തെ DP ആയിരുന്ന R രാമേന്ദ്രൻ നായർ സാറും കൂടെ വിശാലമായിട്ട് ആലോചിച്ച് വിദഗ്ധരായ പണ്ഡിതന്മാരെ കൊണ്ട് ഇതിൻ്റെ പ്രോഗ്രാം തയ്യാറാക്കി ആണ്. ആ സമയത്ത് ഞാനും ഉണ്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ അതിലെ ഒരു ഭാഗം ആകാനും എനിക്കൊരു ഭാഗ്യമുണ്ടായി. അന്ന് വളരെ വേഗത്തിൽ തന്നെ ഇത് തയ്യാറാക്കാൻ കഴിഞ്ഞിരുന്നു. അല്ല, ഏതാണ്ട് ഒരു മാസത്തോളം സമയമെടുത്തു ഇതിൻ്റെ കാരണം ആദ്യം ഇത് കളിമണ്ണിലുണ്ടാക്കി, പിന്നെ അത് പ്ലാസ്റ്റർ പാരിസിലാക്കി, പിന്നെ അത് മെഴുകിലാക്കി, മെഴുകിൽ നിന്നാണ് സ്വർണ്ണത്തിലേക്ക് മാറ്റിയത്. അതിനകത്ത് വലിയ അത് ഉണ്ടാക്കിയവരും വളരെ ആത്മാർത്ഥതയായിട്ടാണ്. തൃശ്ശൂർ ഒരു സ്വർണ്ണക്കടക്കാരനാണ് അത് ചെയ്തത്. നന്നായിട്ട് അവർ ചെയ്തു. ഇതിനെയാണ് ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. വീണ്ടും തിരുവനന്തപുരത്തേക്ക് 9 വർഷത്തിന് ശേഷം കലോത്സവം എത്തിയപ്പോൾ കലോത്സവത്തിൻ്റെ സ്വർണ്ണക്കപ്പ് നിർമ്മിച്ച ആൾ, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത ആൾക്ക് വീണ്ടും അതിൻ്റെ അടുത്തെത്താനും അതിനെ വീണ്ടും ഒന്ന് കാണുവാനും 38 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതിനൊരു അവസരം ഉണ്ടാകുന്നത് തന്നെ വലിയ കാര്യമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിൽ അമൃത TVയും പങ്കുചേരുകയാണ്. ക്യാമറമാൻ സുനിലിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.